ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെസിമൽസിലൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PYQ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഏതാണെന്ന്. 0.2 ഇൻറ്റു 0.2 പ്ലസ് 0.02 ഇൻറ്റു 0.02 ഹോൾ ഡിവൈഡഡ് ബൈ 0.0404ന്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്ക് നടുക്കൊരു പ്ലസ് ഉണ്ടല്ലേ, കണ്ടോ നിങ്ങൾ? നടുക്കൊരു പ്ലസ് ഉണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്യണം. 0.2 ഇൻറ്റു 0.2 സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 0.02 ഇൻറ്റു 0.02 സെപ്പറേറ്റ് ചെയ്തിട്ട് ആ രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാം. അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, 0.2 ഇൻറ്റു 0.2 പോയിന്റ് ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ഇൻറ്റു 2 എന്നല്ലേ. 2 ഇൻറ്റു 2 എത്രയാണ്? 4 ആണല്ലേ. ഇനി എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഡെസിമൽ പ്ലേസ് എന്ന് വെച്ചാൽ പോയിന്റിന് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ടോ അതാണ് ഡെസിമൽ പ്ലേസ്. ആദ്യത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ, രണ്ടാമത്തെ നമ്പറിലും പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലെ, 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ് റൈറ്റ് സൈഡിൽ റൈറ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് 2 പ്ലേസസ് മൂവ് ചെയ്യണം. അപ്പൊ 2 പ്ലേസസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 ഒരു പ്ലേസ് ആണ്. അടുത്തൊരു പ്ലേസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. ദെൻ അതിന്റെ അപ്പുറത്തായിട്ട് വേണം പോയിന്റ് ഇടാൻ. അപ്പൊ സോ നമ്മുടെ 0.2 ഇൻറ്റു 0.2 എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? 0.04 എന്ന് കിട്ടും. നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞ് ഇപ്പൊ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ്. അതല്ല ഇവിടെയും വന്ന് 2 ഡെസിമൽ പ്ലേസ്. അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, പ്ലസ് അടുത്ത രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 0.02 ഇൻറ്റു 0.02 എന്നാണ്. പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും 2 ഇൻറ്റു 2 എന്തിനെ കിട്ടും? 4 തന്നെ കിട്ടും. ഇനി ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്യുക. പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുമ്പോൾ 0 ഉണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. 0 പിന്നെ 2, അപ്പൊ ടോട്ടൽ എത്രയാ? 2. ഇവിടെയും ടോട്ടൽ 2. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. ബാക്കി 3 ഡിജിറ്റ് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുത്തിട്ട് വേണം പോയിന്റ് ഇടാൻ. ക്ലിയർ അല്ലേ? ഇപ്പൊ നോക്കിയോ, 1 2 3 4 4 ഡെസിമൽ പ്ലേസ്. അതല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയ. ഇവിടെ 1 2 ഡെസിമൽ പ്ലേസ്. ക്ലിയർ അല്ലേ? ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഏത് നമ്പർ? 0.0404. ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ പ്ലേസസ് കറക്റ്റ് ആയിട്ട് തന്നെ ഇടുക. ആദ്യത്തെ നമ്പർ 0.04 ആണ്, രണ്ടാമത്തെ നമ്പർ 0.0004 ആണ് അല്ലെ. ഇവിടെ മുകളിൽ പ്ലേസസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്നിട്ട് കൊടുക്കണം? 0s ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. അപ്പം ആഡ് ചെയ്തേ, 0 + 4 എത്രയാണ്? 4. 0 + 0 0. 4 + 0 4. 0 + 0 0. 0. നോക്കിക്കേ, ഈ നമ്പർ അല്ലേ ഡിനോമിനേറ്ററിലും കിടക്കുന്നത് അല്ലെ? സെയിം നമ്പർ അല്ലേ കിടക്കുന്നത്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ വന്നാൽ ആൻസർ എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ 11 ഡിവൈഡഡ് ബൈ 11, ആൻസർ എന്താ? 1 അല്ലേ. 100 ഡിവൈഡ് ബൈ 100, ആൻസർ എന്താ? 1 അല്ലേ. 1 ഡിവൈഡ് ബൈ 1 എന്താ? 1. സെയിം നമ്പറിന്റെ ഡിവിഷൻ വന്നാൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഇവിടെ 1 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. PSC പഠിക്കുന്ന ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.